ഹായ് ഓൾ. നമ്മൾ ഇന്ന് ഈ വീഡിയോയ്ക്കകത്ത് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ലീനിയർ പ്രോഗ്രാമിംഗ് എന്ന് പറയുന്ന ഒരു ടെക്നിക്കിനെ കുറിച്ചാണ്. നമ്മൾ ഈ അസൈൻമെന്റ് ഒക്കെ പഠിച്ച നേരത്ത് നമുക്കൊരു ഒരു ഒരു ബെസ്റ്റ് ആൻസർ വേണമായിരുന്നു, അല്ലെങ്കിൽ ഒരു ബെസ്റ്റ് സൊല്യൂഷൻ വേണമായിരുന്നു. നമ്മൾ അസൈൻമെന്റിനകത്ത് അങ്ങനെയല്ലേ ചെയ്തേ? എന്താ ഏറ്റവും കോസ്റ്റ് കുറവാവുന്നത് ഏതാണ് എന്ന് കണ്ടുപിടിച്ചു. അതിനുവേണ്ടി കുറേ പ്രോസസ്സും കാര്യങ്ങളെല്ലാം നമ്മൾ ചെയ്തു. അതേപോലെ തന്നെയാണ് ലീനിയർ പ്രോഗ്രാമിങ്ങിനകത്തും വരുന്നത്. പക്ഷേ ബേസ്ഡ് ഓൺ സം കണ്ടീഷൻസ്. ഉദാഹരണത്തിന്, അതായത് ഇപ്പം നമ്മുടെ ഒരു മെയിൻ ഒബ്ജക്റ്റ് ഉണ്ടാവും. മെയിൻ ആയിട്ടുള്ള നമുക്കൊരു ഒബ്ജക്റ്റീവ് ഉണ്ടാവും. ഐ തിങ്ക് ഈ പറയുന്ന പോലെ കോസ്റ്റ് റിഡക്ഷനോ പ്രോഫിറ്റ് മാക്സിമൈസേഷൻ ആണോ എന്ന് വിചാരിക്കുക. പക്ഷേ ഇതിനെ ബേസ് ചെയ്തുകൊണ്ട് തന്നെ സെർട്ടൻ കണ്ടീഷൻസ് കൂടെ നമ്മളോട് പറയും. അങ്ങനെ വരുന്ന സാഹചര്യങ്ങളിൽ ആ കണ്ടീഷൻസ് വെച്ചിട്ട് അല്ലെങ്കിൽ ആ കൺസ്ട്രെയിൻസ് വെച്ചിട്ട് നമുക്ക് എങ്ങനെയാണ് ബെസ്റ്റ് ആയിട്ടുള്ള ഒരു ഫീസിബിൾ സൊല്യൂഷൻ ഉണ്ടാക്കാൻ പറ്റണേ. ഞാൻ പറഞ്ഞ മനസ്സിലായി. ഒരു ഉദാഹരണം പറയാം. എ ബി എന്ന് പറയുന്ന രണ്ട് പ്രൊഡക്റ്റുകൾ ഉണ്ടെന്ന് വിചാരിക്കുക. രണ്ടിൻ്റെയും അതായത് എ വിറ്റാൽ 5 രൂപ പ്രോഫിറ്റ് കിട്ടും, ബി വിറ്റാൽ 6 രൂപ പ്രോഫിറ്റ് കിട്ടും എന്ന് വിചാരിക്കുക. സോ നമ്മുടെ ഒബ്ജക്റ്റീവ് ഫംഗ്ഷൻ എന്ന് പറയുമ്പോൾ ഇതിന്റെ മാക്സിമൈസേഷൻ ആണ്. മനസ്സിലായി? നമുക്ക് 2-3 കണ്ടീഷൻസ് പറഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ ഒരു കണ്ടീഷൻ എന്ന് പറയുന്നത് എ മാക്സിമം 500 യൂണിറ്റേ വിൽക്കാവൂ, ബി മാക്സിമം 250 യൂണിറ്റേ വിൽക്കാവൂ, അല്ലെങ്കിൽ അതിന്റെ ഡിമാൻഡ് എത്ര ഉള്ളൂ. നമ്പർ 1. ആൻഡ് നമ്പർ 2, ഈ പറയുന്ന പോലെ എയും ബിയും കൂടെ കൂട്ടിയിട്ട് ആകെ 600 യൂണിറ്റ് മാത്രമേ സെയിൽ ചെയ്യാവൂ. മനസ്സിലായി? ആൻഡ് നമ്പർ 3, ഈ പറയുന്ന ഏതെങ്കിലും ഒരു പർട്ടിക്കുലർ മാർക്കറ്റിനകത്ത് മാത്രമേ സെയിൽ ചെയ്യാവൂ. നിങ്ങൾ ആലോചിച്ച് നോക്കി, നമ്മുടെ ഒബ്ജക്റ്റീവ് എന്താ? ഈ പറയുന്ന 2 പ്രൊഡക്റ്റുകൾ സെയിൽ ചെയ്ത് മാക്സിമം പ്രോഫിറ്റ് ഉണ്ടാക്കുക. പക്ഷെ അവിടെ ആ പ്രൊഡക്റ്റിനെ അല്ലെങ്കിൽ ആ സെയിലിനെ ബേസ് ചെയ്തുകൊണ്ട് തന്നെ ഈ പറയുന്ന കണ്ടീഷൻസും കൂടെ കയറി വന്നു, അല്ലെങ്കിൽ ഈ പറയുന്ന കൺസ്ട്രെയിൻസും കൂടെ കയറി വന്നു. മനസ്സിലായി? സോ ഇങ്ങനെ വരുന്ന സാഹചര്യങ്ങളിൽ നമുക്ക് ലീനിയർ പ്രോഗ്രാമിംഗ് ടെക്നിക്ക് യൂസ് ചെയ്ത് എങ്ങനെ വരുന്ന സാഹചര്യങ്ങളിൽ ഈ പറയുന്ന കണ്ടീഷൻസ് വരുന്ന സാഹചര്യങ്ങളിൽ നമുക്ക് ലീനിയർ പ്രോഗ്രാമിംഗ് ടെക്നിക്ക് യൂസ് ചെയ്ത് നമുക്ക് എന്ത് ചെയ്യാം നമുക്കൊരു ഫീസിബിൾ സൊല്യൂഷനിലോട്ട് എത്തിക്കാൻ പറ്റും. മനസ്സിലായോ? അതായത് ഈ പറഞ്ഞ എക്സാമ്പിൾ പ്രകാരമാണെങ്കിൽ ഈ പറഞ്ഞ 3 കണ്ടീഷൻസിനെയും പരിഗണിച്ചുകൊണ്ട് എങ്ങനെയായിരുന്നു? ഈ പറയുന്ന മൂന്ന് കണ്ടീഷൻസിനെയും പരിഗണിച്ചുകൊണ്ട് എയും ബിയും എത്രത്തോളം പ്രോഫിറ്റബിൾ ആക്കാൻ പറ്റും എന്ന് പറയുന്ന സാധനം. ഇറ്റ്സ് കാൾഡ് ലീനിയർ പ്രോഗ്രാമിംഗ് ടെക്നിക്. ഇവിടെ നമുക്ക് ലീനിയർ പ്രോഗ്രാമിംഗ് ടെക്നിക്കുകളെ കുറിച്ച് പഠിച്ച് ഇതിന്റെ ഫീസിബിൾ സൊല്യൂഷനിലോട്ടൊന്നും എത്തണ്ട. അത് ഫീസിബിൾ സൊല്യൂഷനിലോട്ട് എത്താനാണെങ്കിൽ വളരെ വലിയ സ്റ്റെപ്പുകളാണ്. മനസ്സിലായോ? കുറേ അധികം മെത്തേഡ്സും കാര്യങ്ങളെല്ലാം കയറി വരുന്ന വളരെ വലിയ പ്രോസസ്സാണത് ഫീസിബിൾ സൊല്യൂഷൻ കണ്ടുപിടിക്കുക എന്ന് പറയുന്നത്. പക്ഷേ നമ്മുടെ സിലബസിനകത്ത് നമുക്ക് ഇതൊന്നും വേണ്ട. നമുക്കൊരു പ്രോബ്ലം ബേസ് ചെയ്താൽ മതി, അല്ലെങ്കിൽ പ്രോബ്ലം എന്ത് ചെയ്താൽ മതി? ഫോമുലേറ്റ് ചെയ്താൽ മതി. മനസ്സിലായോ? അതായത് ആ തന്നിരിക്കുന്ന ഡീറ്റെയിൽസിന്റെ അടിസ്ഥാനത്തിൽ പ്രോബ്ലം നമുക്കൊന്ന് ഫോമുലേറ്റ് ചെയ്താൽ മാത്രം മതി. അത് വളരെ എളുപ്പമാണ്. ആ ഫോമുലേഷൻ എന്ന് പറയുന്ന സാധനം വളരെ എളുപ്പമാണ്. നിങ്ങളുടെ മെറ്റീരിയലിനകത്ത് ആകെ 5-6 പ്രോബ്ലംസ് മാത്രമേ കിടക്കുന്നുള്ളൂ. നമുക്ക് എല്ലാം ഒന്ന് ചെയ്തു നോക്കാം. ഇപ്പം ഞാൻ ഈ പറഞ്ഞ എക്സാമ്പിൾ ഒന്ന് നമുക്ക് നോക്കാം. ഓക്കെ, എങ്ങനെയായിരുന്നു? എയും ബി ഇങ്ങനെ 2 പ്രൊഡക്റ്റ് ആയിരുന്നു, അല്ലേ? ആദ്യത്തെ പ്രോഫിറ്റ് 5 രൂപയും രണ്ടാമത്തെ പ്രോഫിറ്റ് 6 രൂപയുമാണെന്ന് വിചാരിക്കുക. സോ നമ്മുടെ ഏറ്റവും പ്രധാനമായിട്ടുള്ള നമ്മുടെ ഒബ്ജക്റ്റീവ് ഫംഗ്ഷൻ എന്ന് പറയുന്നത് ഇതിന്റെ മാക്സിമൈസേഷൻ തന്നെയാണ്. ആണോ? ഇതിന്റെ മാക്സിമൈസേഷൻ ആണ്. സോ ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്ന സാധനം നമ്മുടെ ഒബ്ജക്റ്റീവ് ഫംഗ്ഷൻ എന്താണ് എന്ന് ഐഡന്റിഫൈ ചെയ്യുക. ഒബ്ജക്റ്റീവ് ഫംഗ്ഷൻ ഏതാണ് എന്ന് ഐഡന്റിഫൈ ചെയ്യുക. നമ്മുടെ ഒബ്ജക്റ്റീവ് ഫംഗ്ഷൻ എന്താ? ഇതിന്റെ മാക്സിമൈസേഷൻ ആണ്, അല്ലെ? സോ ഒബ്ജക്റ്റീവ് ഫംഗ്ഷൻ മാക്സിമൈസ് z ഈക്വൽ ടു 5a + 6b. ഞാൻ അതിന്റെ ഫോർമാറ്റ് ആട്ടോ ഇതന്നെ. അതായത് ആദ്യമേ ഒബ്ജക്റ്റീവ് ഫംഗ്ഷൻ നോക്കി, ആ ഒബ്ജക്റ്റീവ് ഫംഗ്ഷൻസിനകത്ത് എഴുതിയിരിക്കുന്നത് എന്താ? മാക്സിമൈസ് ചെയ്യണം. പ്രോഫിറ്റ് ആണ്, പ്രോഫിറ്റ് ആയതുകൊണ്ട് മാക്സിമൈസ് ചെയ്തു. ഇനി ഇത് കോസ്റ്റ് ആണെങ്കിലോ? എയും ബിയും പ്രൊഡ്യൂസ് ചെയ്യാനുള്ള കോസ്റ്റ് ആണെന്ന് വിചാരിക്കുക. കോസ്റ്റ് ഒരിക്കലും മാക്സിമൈസേഷന് വേണ്ടി നമ്മൾ നിൽക്കോ? സോ അവിടെ മിനിമൈസേഷൻ വരും. സിറ്റുവേഷൻ മനസ്സിലായി? അവിടെ മിനിമൈസേഷൻ വരും. ദാറ്റ് മീൻസ് അപ്പം ഒബ്ജക്റ്റീവ് ഫംഗ്ഷൻ മാക്സിമൈസേഷൻ z എന്ന് മാറിയിട്ട് പകരം മിനിമൈസേഷൻ z ഈക്വൽ ടു 5a + 6b എന്ന് വരും. മനസ്സിലായി? ഇതിന്റെ കൂട്ടത്തിൽ സബ്ജക്ട് ടു certain constraints, subject to certain constraints. Constraints means conditions. പറഞ്ഞ കണ്ടീഷൻസ് എന്തൊക്കെയായിരുന്നു? എ മാക്സിമം എത്ര വരെ മാത്രമേ സെയിൽ ചെയ്യാവൂ. ഞാൻ ചുമ്മാ നിങ്ങൾക്ക് മനസ്സിലാവാൻ വേണ്ടിയിട്ടൊരു എക്സാമ്പിൾ കാണിച്ചു തരണേ. എ മാക്സിമം 500 വരെ മാത്രമേ സെയിൽ ചെയ്യാവൂ എന്ന് വിചാരിക്കുക. മനസ്സിലായി? എ മാക്സിമം 500 യൂണിറ്റ് വരെ മാത്രമേ സെയിൽ ചെയ്യാവൂ. അങ്ങനെ വരുന്ന സാഹചര്യങ്ങളിൽ കൺസ്ട്രെയിൻസ് നമ്പർ 1, എ എന്ന് പറയുന്നത്
എ എന്ന് പറയുന്നത് ലെസ് ദാൻ ഓർ ഈക്വൽ ടു 500 ആയിരിക്കും. മനസ്സിലായോ? അവിടെ 500 യൂണിറ്റ് വരെ മാത്രമേ എ പ്രൊഡ്യൂസ് ചെയ്യാവൂ. സോ അവിടെ എ എന്ന് പറയുന്നത് ഏതിനേക്കാൾ കുറവായിരിക്കണം? 500-നേക്കാൾ കുറവായിരിക്കണം. പ്രൊഡക്ഷൻ അല്ല കേട്ടോ, സെയിം. ഇനി രണ്ടാമത് പഠിക്കുന്നത് എന്താ? എയും ബിയും കൂടെ നമുക്ക് മാർക്കറ്റിൽ മാക്സിമം ഒരു 750 മാത്രമേ സെയിൽ ചെയ്യാൻ പറ്റുള്ളൂ എന്ന് വിചാരിക്കുക. സോ അങ്ങനെ വരുന്ന സാഹചര്യങ്ങളിൽ അടുത്ത കണ്ടീഷൻ എ പ്ലസ് ബി ലെസ് ദാൻ ഓർ ഈക്വൽ ടു 750. സിറ്റുവേഷൻ മനസ്സിലായി? ആൻഡ് ദ ലാസ്റ്റ് വൺ എയും ബിയും എ കോമ ബി ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0. സോ ഇവിടെ നമ്പർ ഓഫ് യൂണിറ്റ്സ് ആണ് കൺസ്ട്രൈൻസ് ചെയ്ത് ആൻസർ ചെയ്യുന്ന നേരത്ത് ഇത് 0-നേക്കാൾ നോൺ നെഗറ്റീവ് ഫംഗ്ഷൻ എന്ന് പറയും. നോൺ നെഗറ്റീവ് ഇത് എന്താവാൻ പാടില്ല? എയും ബിയും നെഗറ്റീവ് ആവാൻ പാടില്ല. സോ ഇത്രയേ ഉള്ളൂ ഇതിൻ്റെ പ്രോഗ്രാമിംഗ് എന്ന് പറയുന്ന സാധനം, ഇത്ര മാത്രമേ ഉള്ളൂ. സോ നമ്മൾ ചെയ്ത കാര്യങ്ങൾ എന്തൊക്കെയാണ്? ഒബ്ജക്റ്റീവ് ഫംഗ്ഷൻ ഏതാണെന്ന് ഐഡന്റിഫൈ ചെയ്തു. ഒബ്ജക്റ്റീവ് ഫംഗ്ഷൻ മാക്സിമൈസേഷൻ Z ആണ്. 5a + 6b വരും. ഇനി സബ്ജക്ട് ടു സർട്ടൻ കൺസ്ട്രൈൻസ് കണ്ടീഷൻസ് ഏതൊക്കെയാ? എ എന്ന് പറയുന്നത് 500-നേക്കാൾ താഴെ ആയിരിക്കണം. എയും ബിയും കൂടെ കൂടുമ്പോൾ 750-നേക്കാൾ താഴെ ആയിരിക്കണം. എയും ബിയും എന്ന് പറയുന്നത് 0-നേക്കാൾ മുകളിലായിരിക്കണം. ദാറ്റ് മീൻസ് നോൺ നെഗറ്റീവ് ആയിരിക്കണം. ചെയ്ത കാര്യം മനസ്സിലായല്ലോ? നമുക്ക് നമ്മുടെ മെറ്റീരിയലിനകത്തുള്ള പ്രോബ്ലംസും കൂടെ ഐഡന്റിഫൈ ചെയ്യാം. അപ്പോൾ നമുക്ക് പെട്ടെന്ന് കാര്യങ്ങൾ മനസ്സിലാവും. Okay, a chemical company produces two components A and B. The following table gives the units of ingredients C and D per kg of component A and B. അതായത് എ ബി എന്ന് പറയുന്ന രണ്ട് പ്രൊഡക്റ്റ് ഉണ്ട്. എയുടെയും ബിയുടെയും മിക്സ് ആണ് പറയുന്നത്, ഇൻഗ്രീഡിയൻസ് ആണ് പറയുന്നത് സിയും ഡിയും. ഇനി പറഞ്ഞിരിക്കുന്നത് എന്താ? എ ബി as well as the minimum requirement of C and D and cost kg of A and B. Write down the problem mathematically for minimization of cost. സോ നോക്കി, ഇവിടെ എയും ബിയും എയുടെയും ബിയുടെയും കോസ്റ്റ് എത്രയാണെന്ന് പറഞ്ഞിട്ടുണ്ട്. ഏതാ? 4 രൂപയും 6 രൂപയും വരും. സോ നമ്മളോട് കോസ്റ്റ് മിനിമൈസേഷൻ ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. ഇതൊന്ന് ഓർത്ത് വെക്കുക, ആൻസർ അപ്പുറമാണ്, ഇതൊന്ന് ഓർത്ത് വെച്ചാൽ മതി. സോ ഇവിടെ നോക്കി, ഇത് ഒരു യൂണിറ്റ് സി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമുക്ക് അതിൻ്റെ കോമ്പോണൻസ് ഏതൊക്കെ വരും? 1A-യും 2B-യും വരും. അവിടെ മിനിമം റിക്വയർമെന്റ് തന്നിട്ടുണ്ട്. എത്രയാ? 80 വരും മിനിമം റിക്വയർമെന്റ്. അടുത്ത നോക്കി, ഡി ആ ഇൻഗ്രീഡിയൻറ്റ് ഡി, ഇവിടെ 3-യും 1-ഉം വരും. സോ അതിന്റെ മിനിമം റിക്വയർമെന്റും പറഞ്ഞിട്ടുണ്ട് 75. ചെയ്താൽ മനസ്സിലായോ? സോ നമ്മുടെ ഒബ്ജക്റ്റീവ് ഫംഗ്ഷൻ എന്താ? ഒബ്ജക്റ്റീവ് ഫംഗ്ഷൻ എന്ന് പറഞ്ഞാൽ ഈ കോസ്റ്റ് മാക്സിമം മിനിമൈസ് ചെയ്യണം. ഈ കോസ്റ്റ് നമുക്ക് മാക്സിമം മിനിമൈസ് ചെയ്യണം. സോ നമ്മുടെ ഒബ്ജക്റ്റീവ് ഫംഗ്ഷൻ എന്ന് പറയുന്നത് മിനിമൈസേഷൻ ഓഫ് Z ഈക്വൽ ടു 4A + 6B വരും. ഇനി ഇതിനെ വേണമെങ്കിൽ x1 എന്നും ഇതിനെ വേണമെങ്കിൽ x2 ആയിട്ടും എടുക്കാം. അങ്ങനെയാണെങ്കിൽ 4x1 and 6x2 വരും. നമുക്ക് നോക്കാം. Okay, let x1 be the number of units of A and x2 be the number of units of B. Objective function എന്ന് പറയുന്നത് നോക്കാം. കണ്ടോ? ഒബ്ജക്റ്റീവ് ഫംഗ്ഷൻ എന്താ? കോസ്റ്റ് മിനിമൈസ് ചെയ്യണം. ദാറ്റ് മീൻസ് ഒബ്ജക്റ്റീവ് ഫംഗ്ഷൻ മിനിമൈസേഷൻ Z ഈക്വൽ ടു 4x1 + 6x2. ചെയ്താൽ മനസ്സിലായി? ഇനി കൺസ്ട്രെയിൻസ് എന്തൊക്കെയാ പറഞ്ഞിരിക്കുന്നത്? കൺസ്ട്രെയിൻസ് എന്തൊക്കെയാ നോക്കേ. കൺസ്ട്രെയിൻ പറഞ്ഞിരിക്കുന്നത് എ 1 യൂണിറ്റ് ഉണ്ടാവണം, ബി 2 യൂണിറ്റ് ഉണ്ടാവണം. മിനിമം റിക്വയർമെന്റ് എത്രയാ? 80 ആണ് പറഞ്ഞിരിക്കുന്നത് അല്ലേ? ദാറ്റ് മീൻസ് മിനിമം എത്രയെങ്കിലും വേണം? 80 എങ്കിലും വേണം. ആൻഡ് ദ സെക്കൻഡ് വൺ, ഡിയുടെ കേസിനകത്ത് 3 എ ഉണ്ടായിരിക്കണം, 1 ബി ഉണ്ടായിരിക്കണം. അവിടുത്തെ മിനിമം റിക്വയർമെന്റ് എന്ന് പറയുന്നത് 75 ആണ്. സിറ്റുവേഷൻ മനസ്സിലായി? സോ ഇവരുടെ കണ്ടീഷൻ ആണ് ഈ പറഞ്ഞത്. ഏതിൻ്റെയാ? ഈ പറയുന്ന കോമ്പോണൻസിന്റെ കണ്ടീഷൻസ് ആണ് പറഞ്ഞത്. ആ കണ്ടീഷൻസിനെയാണ് നമ്മൾ എന്തായിട്ട് ട്രീറ്റ് ചെയ്തത്? കൺസ്ട്രെയിൻ ആയിട്ട് ട്രീറ്റ് ചെയ്തത്. ഇത് കണ്ടോ? x1 + 2x2 greater than or equal to 80. greater than or equal to 80. ഇനി അടുത്തത് 3x1 + x2 greater than or equal to 75. And the last one, x1 and x2 greater than or equal to 0, non negative. ചെയ്തോ മനസ്സിലായോ?
ഇവിടെ 80 ആണ്, അവർക്ക് തെറ്റിപ്പോയതാ, 8 അല്ല 80 ആണ്. അതായത് എ എന്ന് പറയുന്നതിൻ്റെ അല്ലെ ഒരു എയും 2 ബിയും എന്നുള്ള രീതിയിലാണ് നമ്മളോട് എന്ത് പറയണേ, ഈ പറയുന്ന കോമ്പോണൻസിനെ കുറിച്ച് പറയണേ. സോ അവിടെ നോക്കിയേ, കൺസ്ട്രെയിൻസ് ഓൺ റിക്വയർമെന്റ് ഓഫ് ഇൻഗ്രീഡിയൻറ്റ് സി എന്ന് പറയുന്ന ഇൻഗ്രീഡിയന്റിന്റെ കൺസ്ട്രെയിൻസ് ആണ് ഈ പറഞ്ഞ x1 2x2. അതെന്തായിരിക്കണം, ഗ്രേറ്റർ ദാൻ 80 ആയിരിക്കണം. അടുത്തത് ഡിയുടെ എങ്ങനെയാ പറഞ്ഞേ, 3a ഒരു ബിയും ആണ്. ദാറ്റ് മീൻസ് 3x1 plus x2 greater than or equal to 75. And the last one is called non-negative ആണ്, x1, x2 greater than or equal to 0. നമുക്കിങ്ങനെ ഈ ഒരു സൊല്യൂഷൻ മാത്രം ക്രിയേറ്റ് ചെയ്ത് വെച്ചാൽ മതി, വേറെ കാര്യങ്ങളൊന്നും നമുക്ക് ചെയ്യേണ്ട. ആ സൊല്യൂഷൻ എന്താണ്, ആ ഇനീഷ്യൽ പ്രോബ്ലം എന്താണോ അത് മാത്രം ചെയ്താൽ മതി. നമുക്ക് ഏതിലോട്ട് പോകണ്ട, സൊല്യൂഷൻ കണ്ടുപിടിക്കേണ്ട. മനസ്സിലായി? നമുക്ക് 1-2 പ്രോബ്ലം ചെയ്ത് നോക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. ഇവിടെ നോക്കിയേ, എ പെൻഷൻ ഫണ്ട് മാനേജർ ഈസ് കൺസിഡറിംഗ് ഇൻവെസ്റ്റിംഗ് 2 shares A and B. അടുത്ത ക്വസ്റ്റ്യൻ, it is estimated that the share A will earn a dividend of 12% per annum and B dividend of 4% per annum. അതായത് A, B ഇങ്ങനെ 2 ഷെയർ വാങ്ങിക്കാനാണ് തീരുമാനിക്കണേ. എ എത്ര ശതമാനം ഡിവിഡൻഡ് തരും, 12% ഡിവിഡൻഡ് തരും, ബി 4% ഡിവിഡൻഡ് തരും. സിറ്റുവേഷൻ മനസ്സിലായി? ഇനി ഗ്രോത്ത് ഇൻ ദ മാർക്കറ്റ് വാല്യൂ ഇൻ 1 year, ഷെയർ എ വിൽ 10 paise per 1 rupee and B 40 paise per 1 rupee ഇൻവെസ്റ്റഡ്. മനസ്സിലായി? അതായത് ഗ്രോത്ത് ആണ് പറയണേ. ആദ്യത്തേനകത്ത് ഡിവിഡൻഡ് ആണ് പറഞ്ഞത്, രണ്ടാമത്തേനകത്ത് ഗ്രോത്ത് ആണ് പറഞ്ഞത്. ഗ്രോത്ത് എന്താ, ഇവിടെ 10 പൈസയും അവിടെ 40 പൈസയും കിട്ടും. മനസ്സിലായി? ആൻഡ് ഹി റിക്വയർസ് ഇൻവെസ്റ്റിംഗ് ദ മിനിമം ടോട്ടൽ സം വിച്ച് വിൽ ഗീവ്. അതായത് എത്ര കുറഞ്ഞ ഇൻവെസ്റ്റ് ചെയ്തിട്ടാണ് നമുക്ക് മാക്സിമം എന്തുണ്ടാക്കാൻ പറ്റണേ, ഈ പറയുന്ന ഗ്രോത്ത് ഉണ്ടാക്കാൻ പറ്റണേ. ലാസ്റ്റ്, ഡിവിഡൻഡ് ഇൻകം ഓഫ് അറ്റ്ലീസ്റ്റ് 600 per annum ആൻഡ് ഗ്രോത്ത് ഇൻ 1 year അറ്റ്ലീസ്റ്റ് 1000 ഓൺ ദ ഇനീഷ്യൽ ഇൻവെസ്റ്റ്മെന്റ്. അതായത് എത്ര കുറച്ച് നമ്മൾ ഇൻവെസ്റ്റ് ചെയ്താലാണ്, എയും ബിയും നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യണമല്ലോ അല്ലെ. സോ എത്ര കുറച്ച് ഇൻവെസ്റ്റ് ചെയ്താലാണ് ഈ പറയുന്നത് പോലെ ഡിവിഡൻഡ് മിനിമം എത്രയെങ്കിലും കിട്ടണം, 600 എങ്കിലും മിനിമം ഡിവിഡൻഡ് കിട്ടണം. ഗ്രോത്ത് എത്രയെങ്കിലും വേണം, മിനിമം 1000 എങ്കിലും വേണം. സോ നോക്കി, ആ തന്നിരിക്കുന്ന ഇൻഫർമേഷനെ ഒരു ചാർട്ട്, ഒരു ടേബിളിലാക്കി നോക്കി. എങ്ങനെയാ, ഷെയർ എ ആൻഡ് ഷെയർ ബി ഡിവിഡൻഡ് എത്രയൊക്കെയാ, 12%, 4% അല്ലെ. മിനിമം എത്ര വേണം, 600 വേണം. ഗ്രോത്തോ 10%, 40% അല്ലെ. 1 രൂപയ്ക്ക് 10 പൈസയും അങ്ങനെയല്ലേ പറഞ്ഞേ, 1 രൂപയ്ക്ക് 40 പൈസയാണ് പറഞ്ഞേ. ദാറ്റ് മീൻസ് ഇവിടെ 1%, 0.1 വരും, 0.4 വരും. മിനിമം ഗ്രോത്ത് ആയിട്ട് നമുക്ക് എത്ര രൂപ കിട്ടണം, 1000 rupees കിട്ടണം. സോ നമ്മുടെ ഒബ്ജക്റ്റീവ് ഫംഗ്ഷൻ എന്താ, മിനിമം ഇൻവെസ്റ്റ് ചെയ്തിട്ട് ഈ പറയുന്ന കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യണം. ദാറ്റ് മീൻസ് നോക്കി, ഒബ്ജക്റ്റീവ് ഫംഗ്ഷൻ മിനിമം z ഈക്വൽ ടു x1 plus x2. അതായത് ഇവിടെ x1 എന്ന് പറയുന്നത് എമൗണ്ട് ഇൻവെസ്റ്റഡ് ഇൻ ഷെയർ എ, x2 എന്ന് പറയുന്നത് എമൗണ്ട് ഇൻവെസ്റ്റഡ് ഇൻ ഷെയർ ബി. സോ അത് എത്രയാണെന്ന് പറഞ്ഞിട്ടില്ല. സോ x1 plus x2 എന്ന് പറയുന്ന സാധനം നമുക്ക് മിനിമം ആവണം. ദാറ്റ് മീൻസ് ഒബ്ജക്റ്റീവ് ഫംഗ്ഷൻ മീൻസ് മിനിമൈസേഷൻ z ഈക്വൽ ടു x1 plus x2. മനസ്സിലായി? ആൻഡ് സബ്ജക്ട് ടു കൺസ്ട്രെയിൻസ് എന്തൊക്കെയാ കൺസ്ട്രെയിൻസ് നോക്കി. ദേ 2 ഡിവിഡൻഡും കൂടെ മിനിമം എത്രയെങ്കിലും വേണം, 600 എങ്കിലും വേണം അല്ലെ. ദാറ്റ് മീൻസ് 0.12x plus 0.04x2 പെർസെൻറ്റേജ് ആട്ടോ. സോ 0.12x1 plus 0.04x2 ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 600 അല്ലെ. മിനിമം 600 എങ്കിലും വേണം. അടുത്ത നോക്കി, 0.1x1 plus 0.4x2 ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 1000. മനസ്സിലായോ? ഇനി ആൻഡ് ദ ലാസ്റ്റ് വൺ നോൺ നെഗറ്റീവ് ആണ്, x1, x2 ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0. ചെയ്താൽ മനസ്സിലായല്ലോ. സോ ഒബ്ജക്റ്റീവ് ഫംഗ്ഷൻ ഏതാണെന്ന് ഐഡന്റിഫൈ ചെയ്യുക. ആഫ്റ്റർ ദാറ്റ് കൺസ്ട്രെയിൻസ് ഏതൊക്കെയാണെന്ന് നോക്കുക. എന്നിട്ട് ആ ഒബ്ജക്റ്റീവ് ഫംഗ്ഷൻസും കൺസ്ട്രെയിൻസും വെച്ചിട്ട് പ്രോബ്ലം ചെയ്യാം. നോക്കാം, ഒരെണ്ണം കൂടെ നമുക്കൊന്ന് നോക്കാം. A company possesses 2 manufacturing plants, each of which can produce 3 products X, Y, Z from a common raw material. 3 പ്രൊഡക്റ്റ് ആണ്, എക്സും വൈയും സെഡും കോമൺ റോ മെറ്റീരിയലും ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. However, the proportion in which the products are produced are the different in each, and so are the plant's operating cost per hour. Okay, data of the production per hour cost are given below together with the current orders in hand. നിലവിൽ എത്ര ഓർഡേഴ്സ് ഇപ്പം നമ്മുടെ കയ്യിലുണ്ട് അല്ലേ? ആ അത്രയും ഓർഡേഴ്സ് ഉണ്ടെങ്കിൽ എന്ത് വേണം, മിനിമം അത്രയെങ്കിലും പ്രൊഡക്ഷൻ വേണം. അങ്ങനെയല്ലേ? നമ്മുടെ കയ്യിൽ അത്രയും ഓർഡർ ഇപ്പോൾ അവൈലബിൾ ആണെങ്കിൽ ഓക്കെ, നമ്മൾ മിനിമം എന്ത് ചെയ്യണം, അത്രയെങ്കിലും പ്രൊഡക്ഷൻ നടത്തണം. മിനിമം അത്രയെങ്കിലും പ്രൊഡക്ഷൻ നടത്തണം. ഇനി എന്തൊക്കെയാ പറഞ്ഞിരിക്കുന്നു നോക്കി. പ്ലാന്റ് എ എക്സ് വൈ
Z. എത്രയൊക്കെ വെച്ചിട്ടാ? ഇവിടെ 2 യൂണിറ്റ്, 4 യൂണിറ്റ്, 3 യൂണിറ്റ്. മനസ്സിലായോ? അത്രയും മണിക്കൂറാണ് ഈ യൂണിറ്റ് തന്നിരിക്കുന്ന, അത്രയും മണിക്കൂറാണ്. ഓപ്പറേറ്റിംഗ് കോസ്റ്റ് ഇൻ അവർ എത്രയാ? 9. ഇനി പ്ലാന്റ് ബിയിലോ ഈ പറയുന്നത് പോലെ എക്സ് തന്നിട്ടുണ്ട്, വൈയുടെ സെഡിന്റെ എത്ര മണിക്കൂറാണെന്ന് തന്നിട്ടുണ്ട്. അവിടെ ഓപ്പറേറ്റിംഗ് കോസ്റ്റ് എത്രയാ? ഓപ്പറേറ്റിംഗ് കോസ്റ്റ് പെർ അവർ 1 മണിക്കൂറിന് 10 രൂപയാണ് ചാർജ്. ഇനി നോക്കിയേ, എക്സിന് ഓർഡേഴ്സ് ഇൻ ഹാൻഡ്, എക്സിന് 50 യൂണിറ്റ് വേണം, വൈക്ക് 24 യൂണിറ്റ് വേണം, സെഡിന് 60 യൂണിറ്റ് ഇപ്പോൾ ഓർഡർ അവൈലബിൾ ആണ്. സോ നമ്മൾ പ്രൊഡക്ഷൻ നടത്തുമ്പോൾ ഈ മിക്സിൽ പ്രൊഡക്ഷൻ നടത്തുമ്പോൾ നമ്മൾ അതിനേക്കാൾ കൂടുതൽ എന്ത് ചെയ്യണം? പ്രൊഡക്ഷൻ നടത്തണം. ചെയ്ത കാര്യം മനസ്സിലായോ? സോ നമ്മുടെ ഒബ്ജക്റ്റീവ് ഫംഗ്ഷൻ എന്താ? നമ്മുടെ ഒബ്ജക്റ്റീവ് ഫംഗ്ഷൻ എന്താ? ആലോചിച്ച് നോക്കി. ഓപ്പറേറ്റിംഗ് കോസ്റ്റ് എന്ന് പറയുന്ന സാധനം വളരെയധികം നമുക്ക് കുറയ്ക്കണം അല്ലെ? ഓപ്പറേറ്റിംഗ് കോസ്റ്റ് പ്ലാന്റ് എയുടെയും പ്ലാന്റ് ബിയുടെയും ഓപ്പറേറ്റിംഗ് കോസ്റ്റ് നമ്മൾ വളരെയധികം കുറയ്ക്കണം. സോ നമ്മുടെ ഒബ്ജക്റ്റീവ് ഫംഗ്ഷൻ എന്ന് പറയുന്നത് മിനിമൈസേഷൻ z ഈക്വൽ ടു ഈ x1 ഉം x2 ആയിട്ട് തന്നെ എടുക്കുകയാണെങ്കിൽ 9x1 പ്ലസ് 10x2 എന്ന് വരും. മനസ്സിലായോ? ഇനി കൺസ്ട്രെയിൻസിന്റെ നോക്കുമ്പോൾ, അതായത് സബ്ജക്ട് ടു കൺസ്ട്രെയിൻസ്, സബ്ജക്ട് ടു കൺസ്ട്രെയിൻസ് ഇവിടെ നോക്കി, ഓർഡേഴ്സ് ഇൻ ഹാൻഡ് 50 ആണ് അല്ലെ? അതായത് എക്സ് എന്ന് പറയുന്ന പ്രൊഡക്റ്റിന്റെ ഓർഡർ 50 ആണ്. അപ്പൊ നമ്മൾ പ്രൊഡക്ഷൻ നടത്തുമ്പോൾ എന്ത് ചെയ്യണം? 50നേക്കാൾ കൂടുതൽ പ്രൊഡക്ഷൻ നടത്തണം. ദാറ്റ് മീൻസ് ഇവിടെ എന്ത് വരും? 2x1 പ്ലസ് 4x2. 2x1 പ്ലസ് 4x2 എന്ന് പറയുന്ന സാധനം ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 50 ആയിരിക്കണം. വേണ്ടേ? ആലോചിച്ച് നോക്കി, 2x1 പ്ലസ് 4x2 ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 50 ആയിരിക്കണം. അടുത്തത് വൈയുടെ നോക്കി, 4x1 പ്ലസ് 3x2 greater than or equal to 24. And the last one, z-ന്റെ 3x1 plus 2x2 greater than or equal to 60. മനസ്സിലായി? സോ ഒബ്ജക്റ്റീവ് ഫംഗ്ഷൻ എഴുതി, ഇതിനെ ബേസ് ചെയ്തുകൊണ്ടുള്ള കൺസ്ട്രെയിൻസ് എഴുതി, ആൻഡ് ദ ലാസ്റ്റ് വൺ നോൺ നെഗറ്റീവ് ആണ്, x1 x2 greater than or equal to 0. ചെയ്താൽ മനസ്സിലായല്ലോ? സോ ഇത് മാത്രം നമുക്ക് ഫോർമുലേഷൻ മാത്രമേ ഉള്ളൂ. ഇതിന് പ്രോബ്ലം സോൾവിങ് എന്ന് പറയുന്നത് ചെറിയ പ്രോസസ് അല്ല. എന്തോ ദൈവമായിട്ട് കൊണ്ട് അത് സിലബസിനകത്ത് ആഡ് ചെയ്തിട്ടില്ല. നമുക്ക് ഈ പറയുന്ന പോലെ ഇനീഷ്യൽ ആ പ്രോബ്ലം എങ്ങനെയാണ് ഫോർമുലേറ്റ് ചെയ്യേണ്ടത് എന്നുള്ള കാര്യം മാത്രം മതി. സോ പ്രോബ്ലം നോക്കുക, ആ ക്വസ്റ്റ്യൻസ് ഐഡന്റിഫൈ ചെയ്യുക, ഒബ്ജക്റ്റീവ് ഫംഗ്ഷൻ എന്താണെന്ന് നോക്കുക, മിനിമൈസേഷൻ ആണോ മാക്സിമൈസേഷൻ ആണോ നോക്കുക, കൺസ്ട്രെയിൻസ് ഏതൊക്കെയാണെന്ന് നോക്കുക, എന്നിട്ട് ആ കൺസ്ട്രെയിൻസ് എഴുതുക. ഏറ്റവും ലാസ്റ്റ് ഏതും കൂടെ എഴുതണം? നോൺ നെഗറ്റീവും കൂടെ എഴുതണം. ആൻസർ ചെയ്യുമ്പോൾ ഇതേ ഫോർമാറ്റ് തന്നെ വേണം. മനസ്സിലായോ? ലെറ്റ് x1 is the number of hours in plant A and B number of hours in plant B എന്ന് പറഞ്ഞിട്ട് ഈ ഫോർമാറ്റിൽ തന്നെ നമുക്ക് ആൻസർ ചെയ്യണം. മനസ്സിലായോ? ഇപ്പോൾ മൊത്തം 5 പ്രോബ്ലം ആണ്. അതിനകത്ത് നമ്മൾ 3 ചെയ്ത് 2 കൂടെ ഉണ്ട്. നിങ്ങളൊന്ന് ചെയ്ത് നോക്കിയാൽ മതി. ഓക്കെ, ബൈ.